ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇഡ്ഡലിക്കുള്ള മാവ് ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് പാത്രത്തിന് വെളിയിലേക്ക് പൊങ്ങി പോകുകയാണെങ്കിൽ സ്ലാബിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ താഴെ ഇങ്ങനെ ഒരു പാത്രം വെക്കുന്നത് കേട്ടോ. സാധാരണ അങ്ങനെ പോവാറുണ്ട്. ഇന്ന് അങ്ങനത്തെ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അത് ആ പാത്രത്തിനൊപ്പം തന്നെ പൊങ്ങി വന്നിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മാറ്റി വെച്ചു. അതിനുശേഷം ഇഡ്ഡലി ഒഴിക്കാനായിട്ട് ഒരു ഇഡ്ഡലി തട്ട് ആവി കയറാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തട്ട് ചൂടായി വന്ന സമയത്ത് ഒരു തവി കൊണ്ട് കോരി കുറേശ്ശായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തു. അതടച്ച് വെച്ചു കേട്ടോ. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് സാമ്പാറിനുള്ള കാര്യങ്ങൾ ചെയ്യാം. സാമ്പാറിൽ കഷ്ണങ്ങളായിട്ട് മുരിങ്ങക്കായ് മാത്രമേ ഇടുന്നുള്ളൂ. മുരിങ്ങക്കായ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സൂക്ഷിച്ച് വയ്ക്കാറ്. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് വേണ്ട മുരിങ്ങക്കായ് മാത്രം എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല ഫ്രഷ് ആയിട്ട് വരും കേട്ടോ. ടേസ്റ്റിലും യാതൊരുവിധ വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തോളം ആകാറായി ഇങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ആ കഷ്ണങ്ങളെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഒരു തട്ട് ഇഡ്ഡലി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനെ ഇളക്കിയെടുത്ത് കാസറോളിലേക്ക് മാറ്റി. ഇഡ്ഡലി തട്ട് ഇങ്ങനെ നന്നായി തണുത്തതിന് ശേഷം ഇഡ്ഡലി എടുക്കുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. അതിനുശേഷം എന്താ സവോള, തക്കാളി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഇഞ്ചിയും ചേർത്ത് കുറച്ച് സവോള കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലുള്ളത് എനിക്ക് മീൻകറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു വഴുതനങ്ങയും കൂടെ കിട്ടിയേ. അപ്പോൾ അതും കൂടി സാമ്പാറിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കൂടി ചേർത്ത് നമ്മുടെ സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട്. അവസാനം ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇല്ല കേട്ടോ, ഒരു 1/2 ടീസ്പൂണേ ഉള്ളേ. അതിനുശേഷം എന്താ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട എന്തിനാന്ന് വെച്ചാൽ അവസാനത്തെ തട്ട് ഇഡ്ഡലി ഒഴിക്കുന്ന സമയത്ത് ഒഴിവുള്ള കുഴിയിലേക്ക് ഈ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇഡ്ഡലി മുട്ട ഏട്ടന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ 3 മുട്ടയ്ക്ക് വേണ്ടി ഒരു ഇഡ്ഡലി പാത്രം ആവി കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് അടുപ്പത്തിലേക്ക് വെച്ചു. ആ മുട്ടയിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബുൾസൈയൊക്കെ അടിക്കുന്ന പോലെ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയും ഇഡ്ഡലിയും സാമ്പാറും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇഡ്ഡലി എടുത്തു, സാമ്പാർ ഒഴിച്ചു. എനിക്ക് ഈ സാമ്പാറിൻ്റെ ചാറില്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ വെറുതെ കോരി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതുകൊണ്ട് ഇഡ്ഡലി ആണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ വയറ് നിറച്ച് കഴിക്കുവേ. ഇഡ്ഡലി വേറൊന്നിൻ്റെ കൂടെയും ഞാൻ കഴിക്കില്ല കേട്ടോ, സാമ്പാറിൻ്റെ കൂടെ മാത്രമേ കഴിക്കുകയുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ഒരു മുട്ട ഇഡ്ഡലിയും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ കഴിച്ച് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സൂപ്പറായി എന്ന് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി ഒട്ടും കഴിക്കില്ലാത്ത ആളാണ്. സാമ്പാറിൻ്റെ കൂടെ മാത്രമേ ഞാൻ ഇഡ്ഡലി കഴിക്കുകയുള്ളൂ. മറ്റ് ചട്നിയോ അങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെ ഒന്നും ഇഡ്ഡലി കഴിക്കില്ല കേട്ടോ. സാമ്പാറിൻ്റെ കൂടെ കഴിക്കുന്നത് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.